തണ്ണിമത്തൻ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ തണ്ണിമത്തൻ വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. ഇനി വരാൻ പോണ കൊടും വേനലിന് നല്ല ബെസ്റ്റ് സാധനം കേട്ടോ നമ്മുടെ തണ്ണിമത്തൻ. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചന്മാരെ, തണ്ണിമത്തൻ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലും ഐറ്റം ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടാവും. തണ്ണിമത്തൻ ജ്യൂസ്, തണ്ണിമത്തൻ സർബത്ത്, അതുപോലെ തന്നെ മൊഹബത്ത് കാ സർബത്ത്, തണ്ണിമത്തൻ അലുവ. പക്ഷെ നിങ്ങൾ തണ്ണിമത്തൻ വെച്ചിട്ട് കേക്ക് കണ്ടിട്ടുണ്ടാവില്ല. കേക്ക് കണ്ടിട്ടുണ്ടോ? കേക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടി തണ്ണിമത്തൻ വെച്ചിട്ട് ഒരു അടിപൊളി പുഡിംഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, തണ്ണിമത്തനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു കിടുക്കാച്ചിയായിട്ട് നമ്മളിന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ്. പ്രവീൺ മച്ചാനെ, പണി തുടങ്ങിയാലോ? അപ്പൊ പണി തുടങ്ങാല്ലേ. അപ്പൊ ഇനി നമ്മുടെ തണ്ണിമത്തനെ ഒരുക്കിയെടുക്കുന്ന പരിപാടിയാണ്. സൂര്യഭഗവാന്റെ കയറിയൊക്കെ വരുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചെത്ത് പരിപാടി തുടങ്ങാൻ കേട്ടോ നമ്മള്. ഒരാളവിടെ പണി തുടങ്ങിയത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചെത്തൽ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യം എൻ്റെ തൊലി ഊരി നമ്മുടെ വസ്ത്രാക്ഷേപത്തിലേക്കാണ് കിടക്കുന്നത്. തണ്ണിമത്തൻ ശരിക്കും നല്ല പഴുപ്പായി വരണുള്ളൂ കേട്ടോ. സീസൺ കറക്റ്റ് സെറ്റ് ആവണുള്ളൂ. അതാണ് ഇത്തിരി കളർ കുറവൊക്കെ. അതെ, നമ്മുടെ തണ്ണിമത്തൻ കുട്ടനെ നല്ല ഭംഗിയാക്കി ആക്കി കൊടുക്കണേ. ഓക്കെ, അങ്ങനെ നമ്മുടെ സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ തണ്ണിമത്തനെ നമ്മൾ ഭംഗിയാക്കി എടുക്കണം. ആവോ, പ്രവീണേ, ഇത് മൊത്തം നന്നാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം തണ്ണിമത്തൻ തന്നെ വേണം നമുക്ക്. അങ്ങനെ ഏറ്റവും മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ചെയ്യുന്നത്. അല്ലാതെ ഭയങ്കര അധികം സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര പാടായിട്ടുള്ള തല പോണ കേസല്ല. ഏറ്റവും സിമ്പിൾ കേക്ക്, നല്ല സിമ്പിൾ പുഡിംഗ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. യെസ്, പഴുത്ത തണ്ണിമത്തൻ. ശരിക്കും നമ്മുടെ തണ്ണിമത്തൻ്റെ സീസണൊക്കെ ആവൂലേ, ആ സമയത്ത് തണ്ണിമത്തനൊക്കെ നല്ല റേറ്റിന് കിട്ടും കേട്ടോ. അതായത് നല്ല വിലക്കുറവിന് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. കാരണം ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ ബോഡീനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഈ വേനയ്ക്കൊക്കെ നല്ല രീതിക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൊട്ട് വെള്ളരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സംഭവം ഇങ്ങനെ വെട്ടി വെക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുക. വയറ് നിറഞ്ഞു പോവും. അതുകൊണ്ടാണ് കേട്ടോ. മതിലുണ്ട് കേട്ടോ. ഒരു മാസം പട്ടിണിക്കിട്ട പട്ടിക്ക് ഒരു ഫുൾ കല്യാണ പരിപാടിയുടെ എല്ലുണ്ടി കൊടുത്ത് പട്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മാസത്തേക്കിനി ഫുഡ് കിട്ടൂലല്ലോ. എല്ലാവരും കഴിച്ചു. അങ്ങനെയാണ് പ്രവീൺ ആദ്യത്തെ പട്ടീനെ കൊന്നത്. രണ്ടാമത്തെ പട്ടീനെ അങ്ങനെയല്ല, തേനീച്ചക്കൂടിൻ്റെ അടിയിൽ പട്ടിനെ കൊണ്ട് കെട്ടി എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ചെറുപ്പത്തിലാണ് ഒളിച്ചിരുന്ന് കല്ലെറിഞ്ഞ് എന്നിട്ട് ഇവൻ ഓടി. പാവം പട്ടി പെട്ടുപോയി. അങ്ങനെ അത് ഇനി നമ്മുടെ ചെത്തിയെടുത്ത തണ്ണിമത്തനെ പീസ് ആക്കാനുള്ള പരിപാടി നോക്കാം. അതെ, നമ്മുടെ തണ്ണിമത്തൻ കുട്ടനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി അരിയാണ്. നമുക്കിതിനെ ഇടിച്ച് ജ്യൂസാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ തണ്ണിമത്തൻ ഇനി നേരെ ചതയാനുള്ള പാത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പീസാക്കി ഇടുന്നു. അവിടെ ചതച്ച് ജ്യൂസാക്കി എടുക്കുകയാണേ. പൊട്ടെ. അപ്പോൾ ഇതാണ് മാൻ പവറിൽ വർക്ക് ചെയ്യണ മിക്സി കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നേരം കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസായിട്ട് കിട്ടും. ജ്യൂസ് അങ്ങനെ ഇനി നമ്മുടെ ജ്യൂസിനെ അരിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അരിപ്പ പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ ജ്യൂസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ സൈഡിൽ കൂടിയൊക്കെ അതിൻ്റെ ജ്യൂസ് വരുന്ന നമുക്ക് കാണാൻ പറ്റും.
കണ്ട എന്ത് സൂപ്പറായിട്ട് നമ്മുടെ ജ്യൂസ് കിട്ടണ നോക്കിയേ. ഇതാണ് നമ്മുടെ ജ്യൂസ് എടുക്കണ ഐഡിയ. ശരിക്കും ഡാം തുറന്നിട്ട പോലെ കേട്ടോ ജ്യൂസ് അതിൽ നിന്ന് വരുന്നത്. അങ്ങനെ അതേ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ചണ്ടി മാത്രമേ ഇതിൽ അവശേഷിക്കും. ബാക്കി ജ്യൂസൊക്കെ നമുക്ക് താഴെ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ജ്യൂസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇത് ചണ്ടി ബാക്കി വന്നിരിക്കുന്നതാണ്. നമുക്ക് ഫ്രൂട്ട് സലാഡിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് അവിടെ പാത്രത്തിൽ റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ നമുക്ക് വേണ്ട തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കിയാലോ. ഇനി നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമ്മുടെ പുഡിംഗ് കേക്കിലേക്കുള്ള കുറച്ച് ബ്രെഡ് നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. അത് നോക്കാം. അതെ, നമ്മുടെ ബ്രെഡ് എടുത്ത് ഇതുമ്മയാണ് ഇനി സൂത്രപ്പണി വരുന്നത്. പിന്നെ മുകളിലത്തെ ടോപ്പ് ലെയർ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ ബ്രെഡിൽ കുറച്ച് സൈഡൊക്കെ നമ്മൾ ചെത്തൂല്ലേ, അതൊന്ന് വീട്ടിൽ വൈകിട്ട് നമ്മൾ കോഴിക്കറി ഉണ്ടാക്കി ആദ്യം കൂട്ടി കഴിക്കും കേട്ടോ. കോഴിച്ചാറും ബ്രെഡും. അപ്പം സൈഡൊക്കെ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ബ്രെഡ് വരിക. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ മുറിച്ച് നല്ല സ്ക്വയർ പീസാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡ് നമ്മൾ സെറ്റാക്കി വെച്ചത് നമ്മുടെ പാത്രത്തിലേക്ക് തട്ടാണേ. ഓക്കെ, ഇനി നമ്മുടെ തണ്ണിമത്തനും പാലും കൂടി മിക്സ് ചെയ്ത ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഇനി ആവശ്യത്തിനുള്ളത് നോക്കി നോക്കി ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ ആദ്യം മിക്സ് ചെയ്തത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇളക്കി ഇളക്കി നമ്മുടെ ബ്രെഡും അതുപോലെ തണ്ണിമത്തൻ ജ്യൂസും പാലൊക്കെ കൂടി അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാനായിട്ട് പോവാണ്. 500 മുട്ടയുണ്ട് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിൽ 2 പേരുണ്ടായടാ, പൊട്ടിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. മഞ്ഞ പുഡിങ് അല്ല, നമുക്ക് മഞ്ഞിടാൻ കുഴപ്പമില്ല. ശരിക്കും മഞ്ഞാണ് ഇടണ്ടേ പുഡിങ്ങിൽ. ചില മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കുമ്പോഴേക്കും ഉണ്ണി പൊട്ടിപ്പോണ്ടേ. അതൊന്നൊരു പ്രശ്നമല്ല, നമുക്കിത് മൊത്തത്തിൽ കൂട്ടി ചേർക്കാനുള്ളതാണേ. അങ്ങനത്തെ നമ്മുടെ 500 മുട്ടകൾ നമ്മൾ അതിവിദഗ്ധമായി ഇതിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണേ. ആദ്യമൊക്കെ നമ്മൾ ഇച്ചിരി ലാഗാക്കിയായിരുന്നെങ്കിലും ഇപ്പോൾ പ്രൊഫഷണലായിട്ടാണ്. ഇപ്പോഴും നമ്മൾ കടക്കാരൊക്കെ എങ്ങനെയാണ് മുട്ട ഇടണമെന്നുള്ള ഐഡിയ കിട്ടിയത്. ഇനി നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച്. ആ മുട്ടയുടെ ചൊവ്വയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് അത് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ഇത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ സംഭവം നമുക്കൊന്ന് ക്യാരമലൈസ് ആയി കിട്ടുന്നവരെ പതിയെ ഇത് ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ക്യാരമൽ സോസ് അത്യാവശ്യം റെഡിയായി സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ സ്ലോലിയാണ് അത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേ നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിത് പോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് കേക്കിൻ്റെ ബാറ്റർ നമ്മളിനി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ദേ നമ്മളുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ വലിയ പാത്രത്തിലാണ്. അതും നമ്മളുടെ സ്റ്റീം ചെയ്തിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ സ്റ്റാൻഡ് ഇട്ട് കൊടുക്കണം. സ്റ്റീം ചെയ്യുമ്പോൾ പൊന്തി കിടക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് വയ്ക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടാ. ഓക്കെ, ഇനി ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മളിതിലേക്ക് ഇറക്കി വെക്കുകയാണേ. ഇനി ഇതേ നമ്മളിത് മൂടി വെച്ച് വേവിക്കാനായിട്ട് നേരെ നമ്മുടെ അടപ്പനിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് എയർ ടൈറ്റ് ആക്കി വെക്കണേ. അങ്ങനെ ദേ നമ്മൾ അടുപ്പിന് തീ കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം കത്തി വരട്ടിട്ട് നമ്മുടെ വിറകൊക്കെ. അപ്പോൾ ദേ നമ്മുടെ വിറകൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്താനായിട്ട് നല്ല വിറകിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വിറകൊക്കെ വാങ്ങി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഗ്യാസ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ സ്റ്റവിൻ്റെ പരിപാടി ഒന്നും നടക്കൂല ഇനി. അപ്പോൾ വിറകിട്ട് തന്നെ കത്തിക്കണം. വിറകിട്ട് നല്ലോണം കത്തി അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നീരാവിയായി നമ്മുടെ ആ ഒരു പുഡിങ് കേക്ക് അങ്ങോട്ട് വെന്ത് പറഞ്ഞു. ഇത്രയും കട്ടിക്കിട്ടേക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അധികം നമ്മൾ സ്റ്റീം ചെയ്യേണ്ട വരും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കുക്കിങ്ങിന് ശേഷം ദേ നമ്മൾ നമ്മുടെ ഐറ്റം ഇനി പുറത്തേക്ക് എടുക്കാൻ പോവാണേ. പൊക്കിക്കോ. നമ്മൾ ചൂടാറാൻ വെച്ചേക്കായിരുന്നു കേട്ടോ. ചൂടൊക്കെ ആറിപ്പോൾ സെറ്റ് ആയിട്ടുണ്ടേ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ, അടിപൊളി. അപ്പം ഇനി നമ്മുടെ ഐറ്റം നമ്മൾ തിരിക്കാൻ പോകണം. പൊക്കിക്കോണം, ഇത്തിരി പൊക്കിക്കോ ഈ സൈഡ്. റെഡി, 1 2 3 ഗോ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കുക്കിങ്ങിന് ശേഷം നമ്മളുടെ ഐറ്റം നമ്മളിനി പൊക്കി എടുക്കാനായിട്ട് പോവാണ്. തണുത്തുണ്ടാവല്ലേ, പൊക്കാല. ആ പൊങ്ങിക്കോട്ടെ 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 പൊങ്ങിക്കോട്ടെ. എന്തായി മോനെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഓ മോനെ, പൊള്ളി സാധനം. എന്താണ് ചെറിയ പുഴയൊക്കെ. അല്ല നമ്മ ചുമപ്പല്ലട വെച്ചത്, കുക്ക് ചെയ്യാൻ വെച്ചത് ചുമപ്പായിരുന്നില്ലേ പ്രവി? തണ്ണിമത്തനൊക്കെ ഇട്ട് ചുവന്ന കളറായിരുന്നില്ലേ ബാറ്റർ? ഇതെന്ത് വേറെ കളറായടാ? നല്ല മണോടാ, ഒരു രക്ഷയില്ലട്ടാ, കിടുമണം. ആവൂ സൂപ്പർ. അപ്പം മച്ചന്മാരെ, അങ്ങനെ ഇനി നമ്മുടെ തണ്ണിമത്തൻ പുഡിങ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. പ്രവീണേ, കട്ട് ചെയ്യട്ടെ? അമ്മോനെ പാട്ട് വരട്ടെ. ഓ ഇനി തിന്ന. ഇവിടെ തുമ്പിലേക്ക് ഇച്ചിരി മുറിയാനുണ്ടായിരുന്ന സംശയം. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ പൊക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ പാത്രം വെച്ചാണ് നമ്മൾ പൊക്കുന്നേട്ടാ. പൊക്കട്ടെ. ഇതിപ്പോ പൊന്നും കേക്ക് തണ്ണിമത്തൻ. മോനെ, വാവ്, അയ്യോ പൂവല്ലേ. ഇതൊക്കെയാടാ ഇവിടെ എന്ത് രസം. ഉള്ളിൽ തണ്ണിമത്തൻ്റെ ആ ഒരു കളറും അടിപൊളി അടിപൊളി. ഇതൊക്കെ ആർക്കാ വേണ്ടേ ഫസ്റ്റ് ബൈറ്റ്? മുഖത്ത് കുത്തിയ അജുമാമക്ക്. കിര, നീ ആ ക്യാരമലുള്ള സൈഡ് കടിച്ചോ? അവർക്കൊന്നും അതിനുള്ള ഐഡിയ ഉണ്ടായില്ല. ഓ എങ്ങനെയുണ്ടാ? ഇനി ഞാൻ കഴിച്ചോട്ടെ. അടിപൊളി. തണ്ണിമത്തൻ്റെ ടേസ്റ്റും കാരമലും എല്ലാം ചേർന്ന് കിട്ടും സാധനം. നമുക്ക് നമ്മുടെ കേക്കിനകത്ത് ഇനി പീസാക്കി മുറിച്ചെടുക്കാട്ടാ. ഇതാണ് പുഡിങ്. ഒരു സ്റ്റൈൽ നോക്കിയേ. ശരിക്കും കട്ട് ചെയ്യുമ്പോൾ ഗ്ലാസ് ഫിനിഷ് എന്നൊക്കെ പറയൂലേ. ഓ ആഹാ, ഇത് കണ്ട അമ്പോ. ഇനി നമ്മുടെ കേക്കിനെ നല്ല കുഞ്ഞി കുഞ്ഞി പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാട്ടാ. തിരിയും കൂടി ചെറുതാക്കാം. കണ്ട നല്ല ക്യൂബ് പീസുകളായിട്ട് കിട്ടും ഇപ്പോൾ. നോക്കി, കണ്ട. ഓ എന്ത് രസമാന്ന് നോക്കി. എടാ വാടാ കഴിക്കാം. നമുക്ക് ക്യാരമൽ ജ്യൂസ് കുറച്ച് മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആടാ വാ കഴിക്കാം വാ. നോക്കി, ഇവിടെ കഴിക്കണ്ടേ? കിടു ടേസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ വേറെ ടേസ്റ്റ്, പുറത്ത് ക്യാരമൽ വന്ന സൈഡില്ലേ
അവിടെ വേറെ മോഡൽ ടേസ്റ്റ് നമ്മൾ തിന്നണേ കൊതിയായിട്ട് നേരെ ക്യാമറയും കൊടുത്ത് വന്നേക്കാണ്. എന്തേ ഇതിൽ വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാരമൽ സോസ് ഉണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവിടെ ഹോള് വന്നിരിക്കുകയാണ് ക്യാരമൽ സോസിന് വേണ്ടിയിട്ട്. ഒരു പീസിൽ കഴി. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഇതിട്ടുള്ള ഏത് വാട്ടർമെലൺ. വാട്ടർമെലണും മെലണും എല്ലാം വാട്ടർമെലണും പിന്നെ നമ്മുടെ എല്ലാം കൂട്ടി എനിക്കിഷ്ടായിട്ടാ. വലിയ പീസ് മുറിച്ചേർത്ത് തന്നാ. അപ്പൊ അതേ പ്രവീൺ മച്ചാന് ചെറിയൊരു പീസ് കൂടി വേണം. മുകളിലത്തെ ഭാഗം മതി. മുകളിലത്തെ കാരമലുള്ളത്. അതിന്റെ മുകളിൽ നിറച്ച് കാരമല. അത് ഞാനുള്ള ആളുണ്ട്, കഴിക്കാനുള്ള ആളുണ്ട്. നീ പ്രവീൺ മച്ചാന് വേണ്ടി സ്പെഷ്യൽ പീസ്. എന്നാ പിടിച്ചോ, കൊണ്ടുപോക്കോ. ഏയ് 1 കിലോന്റെ പീസാണ് അങ്ങോട്ട് കൊടുത്തേക്കണേ. നമ്മുടെ കേക്കില നമുക്ക് കുഞ്ഞി കുഞ്ഞി പീസുകളാക്കി എടുക്കാട്ടാ. ഡയമണ്ട് പീസാണ് ആക്കണം നമ്മൾ. ഡയമണ്ട് ഞാൻ വിചാരിച്ചത് തണ്ണിമത്തൻ്റെ ഒരു ചെറിയ പച്ച ടേസ്റ്റ് കയറുമെന്ന് വിചാരിച്ചേ. പിള്ളേര് വരൂടാ കൊടുക്കാം നമുക്ക്. കുഞ്ഞി കുഞ്ഞി പീസുകളാവട്ടെ. അപ്പം നമ്മുടെ ജിഗ്ലിങ് കേക്കുകൾ നമ്മൾ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമുക്കിത് വലിയ കേക്കാക്കിയിട്ട് എടുത്ത് കഴിക്കാൻ പാടായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ കുഞ്ഞി കുഞ്ഞി പീസുകളാക്കി മുറിക്കുന്നേ പോലെ. അപ്പം മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ തണ്ണിമത്തൻ കാരമൽ പുഡിംഗ് കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞു, കഴിക്കൽ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.